നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് റിലീസായ മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരത്തിയുടെ കഴിഞ്ഞ സിനിമ, അതായത് പാസ്റ്റ് ലൈഫ്സ് എന്ന സിനിമ എനിക്ക് പേഴ്സണൽ സെലീൻ സോങ് എന്ന ഡയറക്ടറുടെ പാസ്റ്റ് ലൈഫ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഭയങ്കരമായിട്ട് എന്നെ ഇമോഷണലി ഭയങ്കരമായിട്ട് മൂവ് ചെയ്തൊരു സിനിമയാണത്. ചിലപ്പോൾ ഞാൻ കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലൂടെ ചെറുതായിട്ടെങ്കിലും കടന്നു പോയതുകൊണ്ടും ഒരു വാട്ട് ഇഫ് പാർട്ട് ഓഫ് മൈ ലൈഫായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു എനിക്ക് ആ സിനിമ. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഞാൻ ആക്ച്വലി വീട്ടിലിരുന്ന് ആ സിനിമ കാണാറുണ്ട്. പക്ഷേ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കൊരു ഒരു ഭയങ്കര മനസ്സിന് നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കുമെന്ന് അറിയില്ല, നമ്മൾ ഭയങ്കര ഹെവി ആയി പോകുന്നറിയില്ല, അതുപോലെ തോന്നിയൊരു സിനിമയാണത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ അനൗൺസ് ചെയ്ത മുതൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ എൻ്റെ എക്സ്പെക്ടേഷൻ കൂടി. പിന്നെ എനിക്ക് ഡക്കോട്ട ജോൺസനെ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. കാരണം പുള്ളിക്കാരുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു പ്രത്യേക രസമുണ്ട് പുള്ളിക്കാരത്തെ സംസാരിക്കാൻ. ഞാൻ പുള്ളിക്കാരത്തെ ഇൻ്റർവ്യൂസൊക്കെ കൊണ്ട് കാണാറുണ്ട്. പുള്ളിക്കാരത്തെ എല്ലാ സിനിമയും ഞാൻ പോയി കാണുന്നൊരു ഫാനാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പുള്ളിക്കാരത്തെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്കിഷ്ടമാണ് പുള്ളിക്കാരത്തെ സംസാരം കേൾക്കാൻ. പിന്നെ ക്രിസ് ഇവാൻസ് ഉണ്ട് ഒബിയസ്ലി. അപ്പോൾ ക്രിസ് ഇവാൻസ് ഒരു രസമുള്ള നടനാണ്. പുള്ളിക്കാരനും രസമാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഞാൻ പണ്ട് ഫാൻറ്റാസ്റ്റിക് ഫോർ അന്ധകാലം മുതൽ പുള്ളിൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. പക്ഷേ പുള്ളി ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർ എന്ന രീതിയിൽ കഴിഞ്ഞൊരു അവഞ്ചേഴ്സിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളി പുയർ സ്റ്റാർ മെറ്റീരിയലായി മാറിയെന്നാണ്. അതായത് MCU വന്ന ശേഷം തന്നെയാണ് പുള്ളി സ്റ്റാർ ആയത്. അതിന് മുമ്പും പുള്ളി ആക്ടറൊക്കെ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പുള്ളി കുറേ സിനിമകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളീനൊരു സ്റ്റാറായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തത് ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉള്ള പെട്രോ പാസ്കൽ ഇപ്പോൾ എല്ലാ സിനിമയിലും പുള്ളി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ അടുത്ത മാസം വേറെ പടം ഇറങ്ങുന്നുണ്ട്. പുള്ളി ഒരുപാട് സിനിമകളുണ്ട്, പുള്ളിയുടെ കുറേ ട്രെയിലറുകൾ ഇറങ്ങുന്നുണ്ട്. സോ വി ഫീൽ ലൈക്ക് ഹീസ് ഇൻ എവരി മൂവി. സോ ഒരു ബ്യൂട്ടിഫുൾ കാസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ് കഴിഞ്ഞ പടം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന ഒരു റോം കോം ആയിട്ടുള്ളൊരു പടം, അങ്ങനെ രീതിയിലാണ് എനിക്ക് ഈ സിനിമയെ കണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് പേർക്ക് വർക്കായ സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ സിനിമ വർക്കായില്ല. ചിലപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. ഇതിൽ ആൾക്കാർ സംസാരിക്കുന്നത് ഒട്ടും നാച്ചുറലായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഇതുപോലത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഇവരാരും തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് വേറെ നാച്ചുറലായിട്ട് തോന്നിയില്ല. ആക്ടിങ് വാസ് നൈസ്, ഡീസൻറ്റ് എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഭയങ്കര നല്ല കിടിലം പെർഫോമൻസ് ആണെന്നൊന്നും തോന്നിയില്ല എനിക്ക്. എവരിബഡി വാസ് ഗുഡ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡയലോഗ്സിലാണ് പ്രശ്നം. ഡയലോഗ്സ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കാണിക്കുമ്പോൾ ഒരു റിയൽ വേൾഡ് സെറ്റ് ചെയ്ത സംഭവമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ ഒരു റിയലിസ്റ്റിക് മൂവികൾ സെറ്റ് ചെയ്തിട്ട് ഇതിലത്തെ പല ഡയലോഗുകളും നമുക്ക് എനിക്ക് തോന്നിയാണ് രണ്ടുപേരിരുന്ന് ഇങ്ങനെ സംസാരിക്കും, ഈ രീതിയിലാണ് ആൾക്കാർ സംസാരിക്കാൻ തോന്നിപ്പോയി. എനിക്ക് പാസ്റ്റ് ലൈഫിലെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇവർ 3 പേരും അതിനകത്തുള്ളത്. ഹീറോയിൻ്റെ ഭർത്താവ്, പഴയ ബോയ് ഫ്രണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ 2 പേര് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ 2 പേരും എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ശരിക്കും സംസാരിക്കുന്നൊരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. പക്ഷേ അതെനിക്ക് സിനിമ ഫീൽ ചെയ്തേയില്ല. ഭയങ്കര നാടകീയത അല്ലെങ്കിൽ നാടകം ചെയ്യുന്ന പോലെ. അതായത് നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ലൈൻസ് വന്നിട്ട് ആ ലൈൻസ് നോക്കി വായിക്കുന്നൊരു ഫീലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നിയത്. അതുകൊണ്ട് എനിക്കൊട്ടും വർക്കായില്ല സിനിമ. അതുകൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ നല്ല രസമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയത്. ഞാൻ കണ്ടത് PVR OD2-ലാണ്. ഫ്ലാറ്റ് റേഷ്യോ മൂവിയാണ്, 1.85. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. പിന്നെ 35mm ഫിലിമിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കാണാൻ ഭയങ്കര രസമാണ് സിനിമ. പിന്നെ എനിക്ക് എൻ്റെ മ്യൂസിക് അത്യാവശ്യം ഇഷ്ടമാണ്. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ സിനിമോട്ടോഗ്രാഫി, ഹൗ ഇറ്റ് ലുക്സ് ആൻഡ് ഈ മ്യൂസിക്കും എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്. ബാക്കിയൊന്നും എനിക്ക് സിനിമയിൽ വലിയ കാര്യമായിട്ട് വർക്കായില്ല. ഡക്കോട്ട ജോൺസണൊക്കെ കുഴപ്പം, എല്ലാവരും അത്യാവശ്യം നല്ലതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞ ഡയലോഗിലും നാടകീയതയും അത് പെർഫോം ചെയ്യുന്ന രീതി, അത് ലൈൻസ് പറയുമ്പോഴും നമുക്ക് ആ ഒരു നാടകീയത ഫീൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഞാൻ പുള്ളിക്കാരത്തിൽ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര നാച്ചുറലായിട്ട് ഉള്ള, എനിക്കറിയാം 3 പേരുണ്ട്, പുള്ളിക്കാരത്തിൻ്റെ സ്റ്റൈൽ അതാണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ആ ലോകത്തെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടായിരിക്കും, വെഡ്ഡിങ് ആൻഡ് എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഞാൻ ക്രിസ് ഇവാൻസ് ഒബ്വിയസ്ലി ഇതിൽ ആക്ടറാണ്. ആ പുള്ളി നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ്. അതുകൊണ്ട് പുള്ളി നാടകത്തിൻ്റെ രീതി സംസാരിക്കുന്നു പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ബട്ട് സ്റ്റിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ല സിനിമ. പിന്നെ കാരണം ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഡയലോഗ് മോശമല്ലെന്ന് ഞാൻ പറഞ്ഞു വെച്ചാൽ, ഡയലോഗ് നമ്മൾ ഇൻഡിവിജ്വലി വായിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രസമാണ്, ഓക്കെ. പക്ഷേ ഇവർ പറയുന്നതിൻ്റെയും കുഴപ്പമല്ല, അതൊരു അവതരണ സ്റ്റൈലിയാണ്. കാരണം ഇതിലെല്ലാവരും ഒരേപോലെ അവതരണ സ്റ്റൈൽ കീപ്പ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതൊരു ആക്ടറിൻ്റെ പേഴ്സണൽ ചോയ്സാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അത് ഒരു ഡയറക്ടർ അങ്ങനെ വേണമെന്ന് പറയുന്നതുകൊണ്ടുള്ള അവരങ്ങനെ സംസാരിക്കുന്നത്.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം ഫന സിനിമയിൽ ആദ്യത്തെ ഹാഫിൽ മുഴുവൻ ഷായരിയാണ്. ഓക്കെ, അപ്പോൾ ആ ഷായരി പറയുമ്പോൾ ആരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൽ അമീർ ഖാൻ സംസാരിക്കുന്ന പോലെ ആരെങ്കിലും റിയൽ വേൾഡിൽ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ബട്ട് ഡയലോഗ്സ് രസമാണ് ആ സിനിമ. പക്ഷേ നമുക്കറിയാം ഓൾറെഡി ഒരു ഓൾട്ടർനേറ്റീവ് വേൾഡ് സെറ്റ് ചെയ്ത സിനിമയാണ്. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമേ അല്ല അത് സിനിമയിൽ കാണിക്കുന്ന ഫനയിൽ, ഹിന്ദി സിനിമയിൽ. പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല. ഒരു റിയലിസ്റ്റിക് വേൾഡ് സെറ്റ് ചെയ്തിട്ട് അവരിതുപോലെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ ഈ സിനിമയിൽ ആക്ച്വലി ഈ സിനിമ ഒട്ടും മൂവ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കോൺഫ്ലിക്റ്റിന് വേണ്ടി മാത്രം അവൾ എന്താണ് ഹീറോയിൻ്റെ ക്ലൈൻറ്റിങ്ങിന് ഇഷ്യൂ ഉണ്ടാകുന്നു, അതിനൊരു അവസാനം കൊടുക്കുന്നു. ഐ മീൻ അത് ആ ക്യാരക്ടർ അവർ വെച്ചത് തന്നെ ഈ അവർക്ക് തന്നെ അറിയാം, ഈ എഴുതിയ ആൾക്ക്, അതായത് ഡയറക്ടർ തന്നെ എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിക്കാരത്തേക്ക് അറിയാമായിരുന്നു ഈ സിനിമയ്ക്കകത്ത് യാതൊരു കോൺഫ്ലിക്റ്റും ഉള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. സോ ഷീ ഹാവ്സ് ടു ബ്രിങ് സംതിങ് എൽസ്. പാസ്റ്റ് ലേഴ്സിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടിട്ട് കാര്യമില്ല, കാരണം ആ 3 പേര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇസ് ഇനഫ്, റൈറ്റ്? അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്യാരക്ടർ ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ആ ക്യാരക്ടർ ആർക്കെങ്കിലും അതിന് പറ്റും, സോ ദാറ്റ് ഷീ ക്യാൻ ക്രിയേറ്റ് എ കോൺഫ്ലിക്റ്റ് പടം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഈ 3 പേര് തമ്മിലുള്ള അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, പുറത്തുനിന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ കോൺഫ്ലിക്റ്റ് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ഇത് എൻ്റെ തോട്ടാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്കെന്തായാലും സിനിമ വർക്കായില്ല. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളെന്തായാലും താഴത്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഞാനതെല്ലാം വായിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.